ഹലോ, നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഇതൊരു അടിപൊളി പ്രിൻസസ് തീം കേക്കാണ് കേട്ടോ. അതുമാത്രമല്ല ഇത് ഗിൽറ്റർ ഫുൾ കവർ ഗിൽറ്റർ കേക്കാണ്. ഒരു തട്ട് ഫുൾ കവറും ഒരു തട്ട് നോർമൽ കവറിങ് കേക്കുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അത് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിലാണ് കേക്ക് സ്പഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റിൽ 1.5 kg കേട്ടോ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്തിട്ട് ഫുൾ കോട്ടിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വന്നിട്ട് 1.5 kg ചെയ്ത ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഗിൽറ്റർ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽറ്റർ കേക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഈ ഒരു ഗിൽറ്റർ കേക്ക് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ എന്ത് പണിയായിരിക്കും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഗിൽറ്റർ കേക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കൂളായിരിക്കേണ്ട കേക്കിലേക്ക് വേണം ഗിൽറ്റർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ ഗിൽറ്റർ സ്പ്രേ നമ്മൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ മാനുവൽ എയർ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ല നിങ്ങളുടെ കയ്യിൽ എയർ ബ്രഷ് നോർമലി ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് ആണ്. ഈ മൂന്നും ചെയ്യുന്നത് ഒരേപോലെയാണ് കേട്ടോ. നമ്മൾ നോർമൽ എയർ ബ്രഷിന് 5000 എങ്ങാണ്ട് റേറ്റ് വരുന്നുണ്ട്. മാനുവലിൻ്റെ ഒരു 300-400 ആ ഒരു റേറ്റാണ്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ. കേക്ക് നോർമൽ ബേക്കേഴ്സിൻ്റെ എല്ലാവരുടെ അടുത്തും കേക്ക് ബേക്കേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ കളർ സ്പ്രേ ബോട്ടിലാണ്. ആ ബോട്ടിൽ ഫിനിഷ് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാക്കിങ് ചെയ്യാം. സ്റ്റാക്കിങ് ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് കേക്ക് സെറ്റായിരിക്കണം. കേക്ക് നന്നായിട്ട് സെറ്റായതിന് ശേഷം അതിലേക്ക് ഒരു 4-5 സ്ട്രോ കേക്കിൻ്റെ ഹൈറ്റിന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ വേണം നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും പെട്ടെന്ന് ദൂരേക്കൊക്കെയാണ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ മറിഞ്ഞു പോകാനും ഇടിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്രയും സെക്യൂർ ആക്കി വെക്കുന്നോ അത്രയും അടിപൊളിയായിരിക്കും. നമുക്ക് അടിപൊളിയായിട്ട് അവരവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. എല്ലാ ബേക്കേഴ്സിനും അറിയുന്നുണ്ടാവും നമ്മൾ ഈ ഒരു കേക്ക് കസ്റ്റമർ കൊണ്ടുപോയാലും നമ്മൾ കൊണ്ടുപോയാലും അവിടെ എത്തുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അവർ കേക്ക് കട്ട് ചെയ്തിട്ട് ഫോട്ടോ അയക്കുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവുക അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗിൽറ്റർ കേക്ക് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 2 ടിപ്സാണ് മെയിനായിട്ട് വേണ്ടത്. നന്നായിട്ട് കൂളായിട്ടുള്ള കേക്കായിരിക്കണം. അതായത് ക്രീം ഒട്ടും മെൽറ്റ് ആയിരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. നന്നായിട്ട് കൂളായിരിക്കണം. പിന്നെ നമ്മൾ എയർ ബ്രഷോ അങ്ങനെയൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ എയർ ബ്രഷ് ചെയ്ത സെയിം അതേ ഒരു ഫിനിഷിങ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടിയിരിക്കുന്നത്. പിന്നെ കേക്കിൻ്റെ ടേസ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ എന്ന് ചോദിച്ച ആൾക്കാരോടാണ് നെക്സ്റ്റ്. കേക്കിൻ്റെ ടേസ്റ്റിൽ ഒരു ഡിഫറൻസും വരില്ല. സെയിം ആ ഒരു ടേസ്റ്റ് നമ്മൾ എന്താണോ നമ്മുടെ കേക്ക് റെഡ് വെൽവെറ്റ് ആണോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ ഏതാ നമ്മൾ മേടിച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഫ്ലേവർ തന്നെ ആയിരിക്കും. നമുക്കിത് കഴിക്കുമ്പോൾ അറിയ പോലുമില്ല. കാരണം ക്രീമിനോട് ചേർന്നാണ് ഇതിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് ജെലാറ്റിനാണ് കേട്ടോ. പുഡിങ്ങിലൊക്കെ ആഡ് ചെയ്യുന്ന സാധനമാണ്. ഒരു പ്രശ്നവും വരില്ല നമുക്ക്. അപ്പം ഈ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.